മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. ഇങ്ങനെ നല്ല ഷൈനിങ് ആയിട്ട്, അതായത് പട്ട് പോലെ മൃദുലമായി കിടക്കാനും നല്ല തിളക്കമുള്ളതായി കിടക്കാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ കുറെ നാച്ചുറൽ റെമഡീസ് ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് തേനും ഒലീവ് ഓയിലും ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചു നേരം അങ്ങനെ വെച്ചിട്ട് ഇത് കഴുകി മാറ്റുക. മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ട് കൂടി കിടക്കാനായിട്ട്, നല്ല തിളക്കമുള്ളതായിട്ട് കിടക്കാനായിട്ട് ഈ ഒരു റെമഡി സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒലീവ് ഓയിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബനാന. നമ്മുടെ വീട്ടിൽ നല്ല പഴുത്ത പഴം ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള ആ പഴം എടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒന്നുകിൽ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം തലയിൽ നന്നായിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-30 മിനിറ്റ് അല്ലെങ്കിൽ 10-15 മിനിറ്റിൽ താഴെ ഇത് തലമുടിയിൽ വെക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്ത് ഇത് കഴുകി മാറ്റാം. നല്ല ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ്ങോട് കൂടി കിടക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ യോഗേർട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ കേർഡ് ഉണ്ടാവും വീട്ടിൽ, കേർഡ് നമ്മൾ തലയോട്ടിയിലും തലമുടിയിലും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ടും നല്ല ഒഴുകി കിടക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു തൈര്. നമുക്ക് തൈര് വെച്ചിട്ട് പലതരത്തിലുള്ള പാക്കുകൾ വരെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇനി അവോക്കാഡോ അഥവാ വെണ്ണപ്പഴം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ അവോക്കാഡോ നന്നായിട്ട് പഴുത്ത അവോക്കാഡോ എടുത്ത് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഒരല്പം തേൻ കൂടെ ചേർക്കുക. ഒന്നെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് അതിലേക്ക് തേൻ ചേർത്ത് ഇളക്കുക. എന്നിട്ട് ഇത് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് അവോക്കാഡോ സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. കറ്റാർവാഴ ജെല്ല്. നമ്മൾ ഈ കറ്റാർവാഴ ജെല്ല് മുടി കഴുകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലല്ല, ഒറിജിനൽ നമ്മളുടെ കറ്റാർവാഴ കീറിയെടുത്ത് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്ന ജെല്ല് നന്നായി ബീറ്റ് ചെയ്ത് അത് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം തലമുടിയിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപോ അല്ലെങ്കിൽ 15 മിനിറ്റ് മുൻപോ തേച്ച് കൊടുത്തിട്ട് അത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ടും കണ്ടീഷണർ ഉപയോഗിച്ചിട്ടും കഴുകി മാറ്റുക. വളരെ നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയർ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇത് കൂടാതെ നമുക്ക് മുട്ട യൂസ് ചെയ്യാം. മുട്ട എടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലും ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് സഹായിക്കും. ചില ആളുകൾക്ക് മുട്ട യൂസ് ചെയ്യുമ്പോൾ തലയോട്ടി ഡ്രൈ ആവുന്നുണ്ട്, അല്ലെങ്കിൽ തലമുടി ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അതിനുശേഷം നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അലർജിറ്റിക് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പല ഹോം റെമഡീസും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നില്ല. ചില ആളുകളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും ഓരോ റെമഡീസും അത് നമുക്ക് റിസൾട്ട് തരുന്നുണ്ടാവുക. സോ നിങ്ങളുടെ ഹെയറിന് ഇത് അനുയോജ്യമാണോ എന്ന് സ്വയം ബോധ്യം വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പം ഞാൻ ഇതിൽ 2-3 എണ്ണമൊക്കെ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ ഉഴുന്ന് അരച്ച് അത് നമ്മുടെ തലമുടിയിൽ ഇടുന്നത് മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു റെമഡിയാണത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക. ഒരുപാട് നേരം എന്ത് തലയിൽ വെച്ചുകൊണ്ടിരുന്നാലും തലമുടിയിൽ തണുപ്പിറങ്ങുകയും നമുക്ക് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ഓരോന്നും തലയിൽ ഓരോ സാധനങ്ങൾ അപ്ലൈ ചെയ്ത് തലയിൽ ഇരിക്കാനുള്ള ഒരു സമയം വെക്കേണ്ടത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.